ഉദ്ഘാടനം ചെയ്യാനുള്ള ക്ഷണം നിരസിച്ച് ഗവർണർ. രാജ്ഭവനിലെത്തിയ ചീഫ് സെക്രട്ടറിയോട് അദ്ദേഹം നീരസം പ്രകടിപ്പിച്ചു. പലതവണ ലോക കേരള സഭ ചേർന്നിട്ടും ക്ഷണിക്കാത്തതിലും ഗവർണർക്ക് അതൃപ്തിയുണ്ട്. ആതിര സരസു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ആതിര, ഈ ചീഫ് സെക്രട്ടറി ഗവർണറെ ക്ഷണിക്കാൻ എത്തിയപ്പോഴാണോ രാജ്ഭവൻ ഈ ഒരു നീരസം പ്രകടമാക്കിയത്? തീർച്ചയായിട്ടും ചീഫ് സെക്രട്ടറി ഗവർണറെ ക്ഷണിക്കാൻ രാജ്ഭവനിൽ എത്തിയപ്പോഴായിരുന്നു ഗവർണർ ഇത്തരത്തിൽ തനിക്കുണ്ടായ നീരസം പ്രകടിപ്പിച്ചത്. ലോക കേരള സഭയുടെ ഉദ്ഘാടനമാകാനുള്ള ക്ഷണമാണ് ഗവർണർ നിരസിച്ചത്. സംസ്ഥാന സർക്കാർ നടപടികളിലെ കടുത്ത അതൃപ്തി ചീഫ് സെക്രട്ടറിയോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നു പറയുകയായിരുന്നു. SFIക്കാർ തന്റെ കാർ തടഞ്ഞതിലടക്കം സർക്കാർ നടപടികളിലുണ്ടായ വീഴ്ചയടക്കം ഗവർണർ പരാമർശിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ ദുർബലമാക്കുന്നു, അതിനോട് തനിക്ക് യോജിക്കാനാവില്ലെന്നും ചീഫ് സെക്രട്ടറിയോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ മാസം 13 മുതൽ 15 വരെയാണ് ലോക കേരള സഭ ചേരാനിരുന്നത്. ഈ ഗവർണർ സർക്കാർ പോര് അത് ഒരു ഘട്ടത്തിൽ അതീവ രൂക്ഷമായിരുന്നു. പല കാര്യങ്ങളിലും ഒടുവിൽ കോടതി വരെ കയറിയിട്ടുണ്ട് ഗവർണർ സർക്കാർ പോര്. അതിനുശേഷം ചെറിയൊരു മഞ്ഞുരുക്കലിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. വീണ്ടും അത്തരത്തിലൊരു സാഹചര്യം ഉരുണ്ടു കയറുകയാണോ ആതിര? ലക്ഷ്മി, എന്തായാലും ഈ ഒരു ഉദ്ഘാടന അത്തരത്തിലൊരു അനുമാനത്തിലേക്കും നമുക്ക് എത്താൻ കഴിയും. വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോരിനുള്ള സാധ്യതകളൊക്കെ തള്ളിക്കളയാനും നമുക്ക് ആവില്ല. വലിയ ചർച്ചയ്ക്ക് വരും ദിവസങ്ങളിൽ ഇടവെക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ശരി ആതിര, എന്താണെങ്കിലും ലോക കേരള സഭയിൽ ക്ഷണിക്കാനെത്തിയ സെക്രട്ടറിയോട്, ചീഫ് സെക്രട്ടറി രാജ്ഭവനിലെത്തിയ ചീഫ് സെക്രട്ടറിയോടാണ് ഗവർണർ നീരസം പ്രകടമാക്കിയത്. പലകുറി ലോക കേരള സഭ ചേർന്നിട്ടും തന്നെ ക്ഷണിക്കാത്തതിലും ഗവർണർ ഇപ്പോൾ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു ഇടവേളയ്ക്കു ശേഷം വീണ്ടും സർക്കാർ ഗവർണർ പോര് ഉടലെടുക്കുന്നു. അങ്ങനെയുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആതിര സരസ്വതാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.